എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഒത്തിരി കേക്കുകളുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിന് വളരെ വ്യത്യസ്തമാണിത്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ബ്രെഡ് ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് കമ്പനി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, മുട്ട 2 എണ്ണം, പിന്നെ ബട്ടറാണ് നമുക്ക് ആവശ്യം. അതായത് ബട്ടർ ഒരു 50 ഗ്രാം, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്, അത് 1/2 കപ്പ്, ഞാനത് ആ സമയത്ത് എടുക്കണുള്ളൂ. പിന്നെ വാനില എസൻസ് അത് 1 സ്പൂണ്. ഇതൊക്കെയാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ബ്രെഡ് ഞാൻ അതിൻ്റെ അരികൊന്നും കട്ട് ചെയ്ത് കളയണില്ല, അതങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചിരിക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞു, കണ്ടു, ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇതിൽ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തരി തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഇത് അരിച്ചെടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് ഓരോ ബ്രെഡിനും വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ കണക്ക് ഏകദേശം കറക്റ്റായെങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 കപ്പോളം ഉണ്ട് ഈ ബ്രെഡ് പൊടിച്ചത്. നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നമ്മൾ 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് ചേർക്കേണ്ടതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി, അത് കുഴപ്പമില്ല. ഞാൻ മിക്സിയിൽ വെച്ചിട്ട് ഒത്തിരി കേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നല്ല തിക്നെസ്സായിട്ട് വരണം, അതുവരയ്ക്കും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതും അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിക്കാവുന്നതാണ്. ഇതുപോലെ വേണം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. അല്ല മിക്സിയുടെ ജാറിലാണെങ്കിലും ഇതുപോലെ തന്നെ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാണിച്ചിരുന്നില്ല തേങ്ങാപ്പാൽ. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ പാൽ അത്ര സുഖം ഉണ്ടാവില്ല എടുക്കണ നേരത്ത്. അതുകൊണ്ട് ഇത് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് അല്പായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ഒന്നിച്ചിടാൻ പാടില്ല, കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് തിക്നെസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അതിനാണ് നമ്മൾ പാൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുപാലായാലും ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാലിന് ഇതിനോട് ടേസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അന്നേരം നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കറക്റ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് വിനീഗറിലാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യണത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുക്കണം നമ്മൾ. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് പതഞ്ഞ് വരും. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് എടുക്കുന്നത്. അത് വിനീഗറിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് ആ മുട്ടയുടെ ആ കുത്തൊക്കെ മാറും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പ് തട്ട് എടുത്തിട്ട് അത് ചൂടാവാനായിട്ട് വെക്കണം. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാ കേക്കും ഇതുവരെ ചെയ്തിരിക്കുന്നത് ഈ സോസ് പാനിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പ് തട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കും. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്ററുള്ള ഈ പാൻ വെക്കണത്. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇതിലൊന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വയ്ക്കണം. ഇനി വെയിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 20-25 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എനിക്ക് സാധാരണ മറ്റുള്ള കേക്കുകളൊക്കെ ഒരു 20 മിനിറ്റിൽ റെഡിയായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഒരു 25 മിനിറ്റ് എടുത്തു റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു 25 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഇടേണ്ടത്. 25 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കി. നമ്മുടെ കേക്ക് അങ്ങനെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി കേക്ക് നമ്മളിവിടെ തയ്യാറാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കേക്കും കൂടെ ചെയ്തിരുന്നു ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഐസിങ് ചെയ്ത് നോക്കാം. നമുക്ക് ആ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ആദ്യം തന്നെ. അതിന് ശേഷം അത് 2 എണ്ണാക്കിയിട്ട് മാറ്റണം. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്യണം. പഞ്ചസാര സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യും. വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി വേറെ കേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിശദമായിട്ട് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഒത്തിരി വിശദമായി പറയാത്തത്. ദയവായി അത് നിങ്ങൾ അറിയാത്തവർ കാണണം, അതിനനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും ഫ്രഷ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതും കാണാത്തവർ കണ്ട് വിപ്പിംഗ് ക്രീമൊക്കെ തയ്യാറാക്കി ഇങ്ങനെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു ലെയർ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതും അതുമേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി അതിന് ശേഷം അതിലേക്ക് പഞ്ചസാര സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പഞ്ചസാര സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതിനുശേഷം പൂക്കളൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയ്ക്കധികം ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പീസുകൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒത്തിരി ഭംഗി കിട്ടും. അതുപോലെ തന്നെ ആ ചോക്ലേറ്റൊക്കെ കടിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട്? നമ്മളിതിന് മുന്നേ ഒത്തിരി കേക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, മാർബിൾ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ബിസ്ക്കറ്റ് കേക്കുകൾ, പ്ലം കേക്ക്, കപ്പ് കേക്ക്, അങ്ങനെ ഒരുപാട് കേക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്ക കൊണ്ടുള്ള കേക്ക്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.